ഹലോ! എല്ലാവർക്കും നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മുടെ സുഭാഷ് ഏട്ടൻ എല്ലാവരെയും വിളിച്ചുണർത്തി. എല്ലാവരും എണീറ്റുട്ടോ. സുഭാഷ് ഏട്ടനാണെങ്കിൽ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരും എന്നോട് മിണ്ടില്ല എന്ന് തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ നികേഷ് ആണെങ്കിൽ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇവിടുന്ന് പോവാതിരുന്നൂടെ? ഏട്ടത്തി എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. ഈ വീട് ഏട്ടത്തി പോയാൽ പഴയ പോലെയാകും. ഈ വീടൊരു നരകമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ എല്ലാം തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഏട്ടത്തി പോയാൽ അതൊക്കെ പഴയതുപോലെയാവും. അപ്പം ഏട്ടത്തിക്ക് പോവാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷും പറയുന്നുണ്ട്, ഏട്ടത്തി പോവരുത്. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല. ഈ ഡിവോഴ്സ് ഒന്ന് കുറച്ച് കാലത്തേക്ക് നീട്ടിക്കൂടെ? ചെയ്യേണ്ടെന്നല്ല പറയുന്നത്, ഒന്ന് നീട്ടിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ, നിധിക്ക് വിഷമാവുന്ന രീതിയിലൊന്നും സംസാരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നികേഷ് ആണെങ്കിൽ നല്ല രീതിയിൽ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തോളൂ, പക്ഷേ ഈ വീട് വിട്ട് പോകാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങേയറ്റം ദുഃഖിച്ചിട്ടാണ് അയാൾ അങ്ങനെ ഒരു വാക്ക് പറയുന്നത്. എന്തായാലും ആ വീട്ടിൽ ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമ്മളെ നിധി അവിടെ നിന്ന് പോകുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഭാസ്കരൻ അച്ഛനാണെങ്കിൽ അവരുടെ ഫോട്ടോ, ആ ഫാമിലി ഫോട്ടോ ചുമരിൽ തൂക്കിയിട്ടിരുന്നത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കട്ടിലിൻ്റെ ബാക്കിലേക്ക് വെക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വിഷമം ആവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തോ ഒരു അകൽച്ച എല്ലാവരുടെയും ഉള്ളിൽ തോന്നുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുധീഷ് ഒരുപാട് ഇമോഷണലായിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കൂടെ നിന്നാണ് ഈ വിവാഹം കഴിച്ചത്. ഞാൻ എൻ്റെ ജീവിതം കൂടി അന്നേരം ആലോചിച്ചിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും കൂടി അത് ഒരു മാരേജായിട്ട് നടത്തുകയും ചെയ്ത്. ഇനി എനിക്ക് നാട്ടുകാരോട് ഓരോരുത്തരോടായിട്ട് പറയാൻ പറ്റുമോ അതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാനും ഞാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മളെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടി ആ കുട്ടീനെ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മളെ നികേഷ് വന്ന് പറയുന്നു, സോറി ചേച്ചി, ഞാൻ ഹരീഷ് പറഞ്ഞതുപോലെ സുഹൃത്തെ കൊണ്ട് ചോദിച്ചതാ സോറി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, സോറി ചോദിക്കേണ്ടത് ഞാനല്ലേ എനിക്ക് കയറി കിടക്കാൻ ഒരിടം തന്നത് നിങ്ങളല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ, അങ്ങനെയൊന്നും പറയല്ലേ, മോൾക്ക് ഇവിടെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നത് വരെ മോൾക്ക് ഇവിടെ നിന്നോണ്ട്, ഒരു വാടക വീട് എടുത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്നതല്ലേ. മോൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ജോലിക്ക് പോവാം, ഇവിടുന്ന് പഠിക്കാം, മോളെ ഇഷ്ടത്തിന് എന്തും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നികേഷ് വന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, ശരിയെന്ന് പറയടത്തി, ശരിയെന്ന് പറയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ കരഞ്ഞ് കൈകൂപ്പുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ നിധി പറയാണ്, ശരി, തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് സമ്മതിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നമ്മളെ സുധീഷിനെ വന്നിട്ട് നികേഷ് കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. സുധീഷ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സുധീഷിന്റെ വൈഫായിട്ട് ഈ വീട്ടിൽ നിന്നൂടെ എന്ന് ആർക്കും പറയാൻ തോന്നിയില്ലല്ലോ, എൻ്റെ ജീവിതത്തെയും എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആർക്കൊരു ചിന്തയും എന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ മനസ്സിലൂടെ ചിന്തിച്ച് പോകുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നികേഷ് വന്നിട്ട് നമ്മളെ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമാവാണ്. അങ്ങനെ അവർ 4 പേരും കൂടി കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മളെ നിധിക്കും സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നമ്മളെ നിധി തൽക്കാലത്തേക്ക് ഇവിടുന്ന് പോകുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവൾ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പോവാതെ സുധീഷിൻ്റെ വൈഫായിട്ട് ജീവിതകാലം മൊത്തം കഴിയണം എന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ തന്നെ ആവട്ടെ. ഇനി എന്താ നടക്കാൻ പോകുകയെന്ന് നമുക്കറിയില്ല. എന്തായാലും ക്ലിക്കൂട്ടിലെ വിശേഷങ്ങളായിട്ട് നമ്മൾ വൈകാതെ വരും. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.